സർക്കാർ ഓഹരികൾ വിറ്റഴിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ ഓഹരിയിൽ വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഇന്നുണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ന് കമ്പനിയുടെ ഓഹരി വിലയിൽ 6% ഇടിവ് രേഖപ്പെടുത്തി. നിലവിൽ കമ്പനിയുടെ ആകെ ഇക്വിറ്റിയുടെ 1% വിൽക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഗ്രീൻ ഷൂ ഓപ്ഷൻ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അധികമായി 1% കൂടി വിൽക്കാൻ സർക്കാരിന് സാധിക്കും. അതായത് ഏകദേശം 61.6 ദശലക്ഷം ഓഹരികളാണ് ഈ പ്രക്രിയയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുക. മാർച്ച് പാദത്തിലെ കണക്കുകൾ പ്രകാരം കോൾ ഇന്ത്യയിൽ സർക്കാരിന് 63.13% ഓഹരി പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ നടത്തുന്ന ഈ വിൽപ്പനയ്ക്കായി ഒരു ഓഹരിക്ക് 412 രൂപയാണ് ഫ്ലോർ പ്രൈസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിലെ ഓഹരി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അടിസ്ഥാന വില ഏകദേശം 7.62% ഡിസ്കൗണ്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വിപണിയിലെ ഏറ്റവും താഴ്ന്ന വിലയായ 428 കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഏകദേശം 3.74% ഡിസ്കൗണ്ടിലാണ്. ഈ വിലയിൽ വിൽപ്പന പൂർത്തിയായാൽ സർക്കാരിന് ഏകദേശം 2539 കോടി രൂപ സമാഹരിക്കാൻ സാധിക്കും. നിക്ഷേപകർക്കായി 2 ഘട്ടമായാണ് വിൽപ്പന ക്രമീകരിച്ചിരിക്കുന്നത്. റീറ്റെയിൽ ഇതര നിക്ഷേപകർക്കാണ് ഇന്ന് OFS ഓപ്പൺ ആയത്. റീറ്റെയിൽ നിക്ഷേപകർക്ക് വെള്ളിയാഴ്ച ഓഹരികൾക്കായി അപേക്ഷിക്കാവുന്നതാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ ഇപ്പോഴത്തെ ഈ ഓഫർ ഫോർ സെയിൽ പങ്കുചേരുന്നത് ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാവുന്ന ഒരു നല്ല നീക്കമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം സർക്കാർ നൽകുന്ന ഡിസ്കൗണ്ട് തന്നെയാണ്. വിപണിയിൽ നിലവിൽ 446 രൂപയ്ക്ക് അടുത്ത് വ്യാപാരം നടക്കുന്ന ഓഹരികൾ വെറും 412 രൂപയ്ക്ക് ലഭിക്കുക എന്നത് നിക്ഷേപകർക്ക് തുടക്കത്തിൽ തന്നെ ഒരു മികച്ച ലാഭം അഥവാ മാർജിൻ ഓഫ് സേഫ്റ്റി ഉറപ്പാക്കാൻ സഹായിക്കുന്നു. കേവലം ഒരു വിലക്കുറവ് എന്നതിനപ്പുറം കോൾ ഇന്ത്യയെ പോലൊരു മഹാരത്ന കമ്പനിയുടെ ഓഹരികൾ ഇത്രയും ആകർഷകമായ നിരക്കിൽ ലഭിക്കുന്നത് ദീർഘകാല നിക്ഷേപകർക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. കൂടാതെ സ്ഥിരമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് കോൾ ഇന്ത്യ എന്നും പ്രിയപ്പെട്ട ഓഹരിയാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഡിവിഡൻഡ് നൽകുന്ന കമ്പനികളിലൊന്നാണിത്. സാമ്പത്തികമായി നോക്കിയാലും കമ്പനി വളരെ കരുത്തുറ്റ നിലയിലാണ്. കഴിഞ്ഞ പാദത്തിൽ ലാഭത്തിൽ 12% വർധനവ് രേഖപ്പെടുത്തിയത് കമ്പനിയുടെ കൃത്യമായ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഓഹരിക്ക് 500 രൂപയ്ക്ക് മുകളിൽ ലക്ഷ്യവില നിശ്ചയിക്കുന്നത് വരും കാലങ്ങളിൽ വലിയ ലാഭസാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള ഇലാറ ക്യാപിറ്റൽ കോൾ ഇന്ത്യ ഓഹരിക്ക് നൽകിയിരിക്കുന്ന അക്യുമുലേറ്റ് റേറ്റിംഗ് നിലനിർത്തുകയും ലക്ഷ്യവില 522 ഉയർത്തുകയും ചെയ്തത് ഉദാഹരണമാണ്. മുൻപ് ഇത് 458 രൂപയായിരുന്നു. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത കാരണം 2027 സാമ്പത്തിക വർഷത്തിൽ ഉൽപാദന തോത് മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് അവർ ലക്ഷ്യവില പുതുക്കിയിരിക്കുന്നത്. കൂടാതെ ഈ ലേലത്തിലൂടെയുള്ള മികച്ച വരുമാന സാധ്യത മുൻനിർത്തി 2027-28 സാമ്പത്തിക വർഷങ്ങളിലെ ലാഭവിഹിത കണക്കുകളിലും യഥാക്രമം 7.6%, 13.7% വർധനവ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ MK ഗ്ലോബൽ കോൾ ഇന്ത്യ ഓഹരികളിൽ ആഡ് റേറ്റിംഗ് ആണ് നിലനിർത്തിയത്. ഇവർ നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യവില 450 രൂപയാണ്. ചുരുക്കത്തിൽ ഗുണനിലവാരമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭാഗമാകാനും അതേസമയം ഡിസ്കൗണ്ട് നിരക്കിൽ ഓഹരികൾ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ OFS തീർച്ചയായും പ്രയോജനപ്പെടുത്താവുന്നതാണ്. എങ്കിലും ഈ ഓഫറിൽ നിക്ഷേപിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഗൗരവമായി കണക്കിലെടുക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് താൽക്കാലികമായി ഉണ്ടാകുന്ന വിലയിടിവ്. സാധാരണയായി ഒരു OFS പ്രഖ്യാപിക്കുമ്പോൾ വിപണിയിലേക്ക് വലിയ തോതിൽ പുതിയ ഓഹരികൾ വന്നെത്തുന്നത് ഓഹരി വിലയെ ചെറിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കും. അതുകൊണ്ട് തന്നെ ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ ചെറിയ ചാഞ്ചാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. മറ്റൊരു പ്രധാന വശം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വെല്ലുവിളികളാണ്. ലോകമെമ്പാടും ഇപ്പോൾ കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറി പുനരുപയോഗ ഊർജത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഭാവിയിൽ ഇത് കൽക്കരി മേഖലയുടെ വളർച്ചയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നത് ദീർഘകാല നിക്ഷേപകർ ചിന്തിക്കേണ്ട കാര്യമാണ്. അവസാനമായി അലോട്ട്മെന്റിന്റെ കാര്യത്തിലും ഒരു ഉറപ്പില്ല. ഈ ഓഫറിന് വലിയ തോതിൽ ആവശ്യക്കാരുണ്ടായാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന അത്രയും ഓഹരികൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതിനാൽ ഈ വക കാര്യങ്ങൾ കൂടി മുൻനിർത്തി വേണം നിങ്ങളുടെ നിക്ഷേപ തീരുമാനം എടുക്കാൻ. കോൾ ഇന്ത്യയുടെ ടെക്നിക്കൽസ് നോക്കിയാൽ നിലവിലെ വിപണി സാഹചര്യത്തിൽ ഓഹരി ഒരു സങ്കീർണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കാണാം. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 412 രൂപ എന്ന ഫ്ലോർ പ്രൈസ് ഇപ്പോൾ ഏറ്റവും ശക്തമായ സപ്പോർട്ട് ലെവലായി മാറിയിട്ടുണ്ട്. ഇതിനു പുറമെ 428, 430 റേഞ്ചിലും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഓഹരിക്കുണ്ട്. എന്നാൽ മുകൾ വശത്ത് 455 to 460 രൂപ റേഞ്ചിൽ ശക്തമായ റെസിസ്റ്റൻസ് നിലനിൽക്കുന്നുണ്ട്. ഇത് മറികടന്നാൽ മാത്രമേ 500 വരെയുള്ള പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ ഓഹരിക്ക് സാധിക്കൂ. OFS പ്രഖ്യാപനത്തോടെ ഹ്രസ്വകാല ട്രെൻഡ് ബെയറിഷായി തുടരുകയാണ്. ഓഹരി ഇപ്പോൾ അതിന്റെ 20-day 50-day മൂവിംഗ് ആവറേജുകൾക്ക് താഴെയാണെങ്കിലും 200-day മൂവിംഗ് ആവറേജിന് മുകളിൽ നിൽക്കുന്നത് ദീർഘകാല നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. സാങ്കേതിക സൂചകങ്ങളായ RSI ഇപ്പോൾ 35 to 40 റേഞ്ചിലാണുള്ളത്. ഇത് ഓഹരി ഓവർസോൾഡ് മേഖലയിലേക്ക് അടുക്കുന്നതായും വൈകാതെ തന്നെ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടായേക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം MACD ഇൻഡിക്കേറ്റർ വിൽപ്പനക്കാരുടെ ആധിപത്യം തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത്.
ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ കഴിഞ്ഞ മാസങ്ങളിൽ തുടർന്നു വന്ന ഒരു പ്രത്യേക റേഞ്ചിന്റെ താഴ്ന്ന വശത്താണ് ഇപ്പോൾ വിലയുള്ളത്. 412 രൂപ മുതൽ 420 രൂപ വരെയുള്ള മേഖലയിൽ ഓഹരി കുറച്ചുനാൾ കൂടി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ദീർഘകാല നിക്ഷേപകർക്ക് ഈ വിലക്കുറവ് അവസരമായി കാണാമെങ്കിലും ട്രേഡർമാർ ഓഹരി 455 രൂപയ്ക്ക് മുകളിൽ കരുത്ത് കാണിക്കുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും ബുദ്ധിപൂർവമായ നീക്കം.